യുക്രൈനിൽ മിസൈൽ ആക്രമണം നടത്തി റഷ്യ. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ 20 പേർ മരിച്ചു. യുക്രൈൻ വ്യോമസേനയുടെ കണക്കുപ്രകാരം റഷ്യ 351 ഡ്രോണുകളും 68 മിസൈലുകളും പ്രയോഗിച്ചു. അതിൽ 29 ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി. കീവ് ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആക്രമണം നടന്നത്. ഡ്രോൺ, മിസൈലുകൾ എന്നിവ നിർമ്മിക്കുന്ന കീവിലെ ആയുധ നിർമ്മാണശാലകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. എന്നാൽ യുക്രൈൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ റഷ്യയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് കീവിലെ ആക്രമണമെന്ന് റഷ്യ പറഞ്ഞു. കീവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിരവധി കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച കീവിൽ റഷ്യൻ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം യുക്രൈൻ അധിനിവേശം 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ ഭരണാധികാരി വ്ളാഡിമിർ പുടിന്റെ സിംഹാസനം ഇളകുന്നതായി രാജ്യാന്തര മാധ്യമങ്ങളുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും. യുക്രൈൻ നടത്തിയ അതിശക്തമായ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യയിലെ എണ്ണപ്പാടങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞതോടെ രാജ്യം കടുത്ത ഇന്ധനക്ഷാമത്തിലേക്കും ആഭ്യന്തര കലഹത്തിലേക്കും നീങ്ങുകയാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ തോൽവിയുടെ വഴിയെ സഞ്ചരിക്കാത്ത പുടിൻ എന്തിനും തയ്യാറായേക്കും എന്നതാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നാൽ യുക്രൈനെതിരെയും അവരെ സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെയും ആണവായുധം പ്രയോഗിക്കാൻ പുടിൻ തയ്യാറായേക്കുമെന്ന ആശങ്കയാണ് ലോകത്തിനുള്ളത്. ഇത്തരം കടും കൈകൾക്ക് തയ്യാറെടുക്കാൻ പുടിന് മേൽ ചിലർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. യുദ്ധരംഗത്തെ തിരിച്ചടികൾക്ക് പുറമെ രാജ്യത്തെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണ ശാലകളും ഇന്ധന സംഭരണികളും തകർന്നതോടെ റഷ്യൻ നഗരങ്ങളിൽ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. റഷ്യയിലെ 56ഓളം പ്രവിശ്യകളിൽ നിലവിൽ ഇന്ധന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ റഷ്യയിലെ കലുഷിതമായ അന്തരീക്ഷം വ്യക്തമാക്കുന്നുണ്ട്. പെട്രോൾ പമ്പുകളിൽ ക്യൂ തെറ്റിച്ചതിനെ ചൊല്ലി സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിൽ പരസ്യമായി ചീത്ത വിളിക്കുകയും കയ്യാങ്കളി നടത്തുകയും ചെയ്യുകയാണ്. പെട്രോൾ പമ്പുകളിൽ ഇന്ധനത്തിനായി ജനങ്ങൾ തമ്മിൽ തല്ലാണ്. തന്ത്രപ്രധാനമായ ക്രിമിയൻ ഉപദ്വീപിൽ റഷ്യ കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. മേഖലയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന 12 മൈൽ നീളമുള്ള ക്രിമിയൻ പാലത്തിനു നേരെ യുക്രൈൻ അടുത്ത ആക്രമണം നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ പാലം തകരുകയോ ക്രിമിയ പൂർണ്ണമായി കൈവിട്ടു പോവുകയോ ചെയ്താൽ രാജ്യത്തിന്റെ അഖണ്ഡത ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ച് പുടിൻ ആണവായുധ പ്രയോഗം പോലുള്ള തീവ്രമായ തീരുമാനങ്ങളിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്.